യുകെയിലെ ILR നിയമപരിഷ്കാരം വാഗ്ദാനം ലംഘിക്കരുതെന്ന് പാർലമെന്റിൽ ആവശ്യം. ബ്രിട്ടനിൽ ലീഗൽ മൈഗ്രന്റ്സായി എത്തിയവർക്ക് നൽകിയിരുന്ന ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അഥവാ സ്ഥിരതാമസത്തിനുള്ള കാലാവധി 5 വർഷത്തിൽ നിന്നും 10 വർഷമായി ഉയർത്താനുള്ള ഗവൺമെന്റ് നീക്കത്തിനെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ കടുത്ത പ്രതിഷേധം. ഏകദേശം 3.3 ലക്ഷം പേർ ഒപ്പിട്ട 2 പെറ്റീഷനുകളെ ആസ്പദമാക്കി നടന്ന ചർച്ചയിൽ ഭരണകക്ഷിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി. പെറ്റീഷൻ കമ്മിറ്റിക്ക് വേണ്ടി ചർച്ച ആരംഭിച്ച ടോണി വോൺ MP തന്റെ അമ്മ ഫിലിപ്പീൻസിൽ നിന്നും നേഴ്സായി വന്ന് ബ്രിട്ടീഷ് പൗരത്വം നേടിയ കഥ പങ്കുവെച്ചുകൊണ്ട് വൈകാരികമായാണ് സംസാരിച്ചത്. Sir Edward, I open this debate today on behalf of the Petitions Committee, and I'm grateful to the 330,000 people who've signed these 2 petitions, which evidently has gained a lot of interest given by the numbers of honourable members who have attended. The government is currently consulting on changing the rules around whether, how and after how long somebody who is legally here is entitled to permanent residence in the UK, known as indefinite leave to remain or ILR. അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചതുകൊണ്ടാണ് അവർക്ക് ഇവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ പുതിയ നീക്കപ്രകാരം കെയർ വർക്കർമാർക്ക് സ്ഥിരതാമസത്തിനായി 15 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നത് തികച്ചും ക്രൂരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോറൻസ് ബെൻസിൽ, പുലസ്തി വീരസിംഗെ എന്നിവർ ആരംഭിച്ച 2 പെറ്റീഷനുകളിൽ 3 ലക്ഷത്തിലധികം ആളുകൾ ഒപ്പിട്ടതിനെ തുടർന്നാണ് പാർലമെന്റിലെ വെസ്റ്റ് മിൻസ്റ്റർ ഹാളിൽ ഈ ചർച്ച നടന്നത്. നിലവിലെ 5 വർഷത്തെ കാലാവധി 10 വർഷമായും കെയർ വർക്കർമാർക്ക് ഇത് 15 വർഷമായും ഉയർത്താനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. MPമാരുടെ പ്രധാന വാദങ്ങൾ. സ്ലോ MP തൻമാൻജിത് സിംഗ് ദേശി മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ള തന്റെ മണ്ഡലത്തിലെ കെയർ വർക്കർമാരുടെ ആശങ്കകൾ പങ്കുവച്ചു. നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുന്നത് അങ്ങേയറ്റം ദ്രോഹകരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നഴ്സിംഗ് ജീവനക്കാരിൽ 60% ഈ നിയമം വന്നാൽ UK വിടാൻ ആലോചിക്കുന്നതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് ബെൽ റീബെറോ എഡി MP പറഞ്ഞു. ചർച്ചയിൽ MPമാർ ഉന്നയിച്ച പ്രധാന ആശങ്കകൾ. നിലവിൽ UK-യിലുള്ളവർക്കും പുതിയ നിയമം ബാധകമാക്കുന്നത് വിശ്വാസവഞ്ചനയാണെന്ന് MPമാർ വാദിച്ചു. ഓസ്ട്രേലിയയും കാനഡയും കുറഞ്ഞ കാലയളവിൽ സ്ഥിരതാമസം നൽകുമ്പോൾ UK 15 വർഷം കാത്തിരിക്കാൻ പറഞ്ഞാൽ ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് MPമാർ മുന്നറിയിപ്പ് നൽകി. വിസ ഫീസിനത്തിലും ഹെൽത്ത് സർചാർജ് ഇനത്തിലും ലക്ഷക്കണക്കിന് രൂപ ഇതിനകം ചെലവാക്കിയ കുടുംബങ്ങളെ ഇത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് ബാരി ഗാർഡിനർ MP ചൂണ്ടിക്കാട്ടി. ചർച്ചയുടെ അവസാനം സംസാരിച്ച ഇമിഗ്രേഷൻ മന്ത്രി മൈക്ക് ടാപ്പ് ഏൺഡ് സെറ്റിൽമെന്റ് മാതൃകയുമായി മുന്നോട്ടു പോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കി. കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ നിയമങ്ങളിൽ മാറ്റം അനിവാര്യമാണെന്നാണ് ഗവൺമെന്റ് പക്ഷം.